ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം കാന്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇതൊരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിരിക്കുന്ന ചിത്രമാണ്. നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ട്രെയിലർ റിലീസായതോടെ ഇത് തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ MK ത്യാഗരാജ് ഭാഗവതറിന്റെ ജീവിത കഥയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ചിത്രത്തിൽ ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതോടെ MK ത്യാഗരാജ ഭാഗവതർ എന്ന തമിഴ് സിനിമ കണ്ട ഏറ്റവും ആദ്യ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് തിരയുന്ന തിരക്കിലാണ് സിനിമാ പ്രേമികൾ. MK ത്യാഗരാജ ഒരു നടൻ മാത്രമായിരുന്നില്ല, കർണാടക സംഗീതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച മികച്ചൊരു ഗായകൻ കൂടിയായിരുന്നു. 1933 പാവലക്കൊടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള പ്രവേശനം. നായകന്മാർ സ്വന്തം പാട്ടുകൾ പാടേണ്ടിയിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം, തോളോളം നീളമുള്ള മുടി എന്നിവ അദ്ദേഹത്തെ ഒരു സെൻസേഷനാക്കി മാറ്റി. തന്റെ കരിയറിൽ അദ്ദേഹം ഏകദേശം 15 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിൽ 6 വൻ വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത ചിത്രമായ ഹരിദാസ് ചെന്നൈയിലെ ബ്രോഡ്വേ തിയേറ്ററിൽ തുടർച്ചയായി 3 വർഷം പ്രദർശിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ആ റെക്കോർഡ് പിന്നീട് തകർത്തത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരുന്നു. സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയതോടെ സ്റ്റാർ എന്ന പദവിയിൽ ത്യാഗരാജ ഭാഗവതർ സന്തോഷം കണ്ടെത്തി. ഒരുപാട് ആരാധകരുള്ള ധനികരായ നടനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാൻ സ്വർണ്ണ തളിക വരെ ത്യാഗരാജ ഭാഗവതർ തയ്യാറാക്കി. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് MK ത്യാഗരാജയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. പത്രപ്രവർത്തകനായ ലക്ഷ്മികാന്തന്റെ കൊലപാതക കേസിൽ ഭാഗവതരും സഹനടൻ NS കൃഷ്ണനും അറസ്റ്റിലായി. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പത്രപ്രവർത്തകരെ ത്യാഗരാജ ഗുണ്ടകളെ വിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ 27 മാസങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിനെ തകർത്തു. പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും നഷ്ടപ്പെട്ട താരപദവി തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല. ജയിൽ മോചിതനായ ശേഷം 5 സിനിമകൾ കൂടി അഭിനയിച്ചെങ്കിലും ഒന്നുപോലും വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ശിവഗാമി വാണിജ്യപരമായി പരാജയപ്പെട്ടു. ഒരു കാലത്ത് ആരാധകരുടെ പിന്തുണയോടെ ജീവിച്ച നടൻ അവസാന നാളുകളിൽ ദാരിദ്ര്യത്തിലും നിരാശയിലുമാണ് കഴിഞ്ഞത്. 1959 ത്യാഗരാജ ഭാഗവതർ മരണത്തിന് കീഴടങ്ങി. ദുൽഖർ സൽമാൻ കാന്തയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം മദ്രാസ് ഹൈക്കോടതി വഴി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നിർമ്മാതാവ് റാണ ദഗുപതി വ്യക്തമാക്കുന്നു. പറഞ്ഞ ദിവസം തന്നെ കാന്ത തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 14 ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് റാണ പറയുകയുണ്ടായി. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫർ ഫിലിംസ്, റാണ ദഗുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് കാന്ത നിർമ്മിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത്. സെൽവമണി സെൽവരാജാണ് കാന്തയുടെ സംവിധായകൻ. ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ്. 2 വലിയ കലാകാരന്മാർക്കിടയിലുള്ള സംഘർഷങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്. പ്രണയം, ഈഗോ, കല, വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. 1950 കാലഘട്ടത്തിൽ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ കാന്തയുടെ കഥ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴിലൊരുക്കിയ ഈ ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത.